നമുക്ക് നമ്മുടെ മാർക്കറ്റ് ഒരു വേവ് പോലെയാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതേപോലെ അപ് സൈഡ്, ഡൗൺ സൈഡ്, ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അല്ലെ. ഇതുപോലെയാണ് മാർക്കറ്റിന് ഒരു മൂവ്മെന്റ് വരുന്നത്. എപ്പോ വേണമെങ്കിലും ഡൗൺ സൈഡ് പോവാം, എപ്പോ വേണമെങ്കിലും അപ് സൈഡ് പോവാം. അപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് ഒരു ഇൻവെസ്റ്ററുടെ പെർസ്പെക്റ്റീവിലൂടെ മാർക്കറ്റ് നോക്കിയേ. ഈ വേവില് മാർക്കറ്റിന്റെ ഈ ഒരു വേവില് ഈ ഒരു ഡൗൺ സൈഡ് അപ് സൈഡ് ഡൗൺ സൈഡ് മൂവ്മെന്റിന്റെ ഉള്ളില് നമ്മൾ എവിടെയാ ശരിക്കും മാർക്കറ്റിനെ ക്യാപ്ചർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാ നമ്മൾ മാർക്കറ്റിൽ എൻ്റർ ആവുന്നെങ്കിൽ എൻ്റർ ആവാൻ പറ്റിയ ടൈമുകൾ ഏതൊക്കെയാണ്? ഈ ഒരു ഓരോ ബുൾ റാലിയുടെയും തുടക്കത്തിലാണ് അല്ലെ. അപ്സൈഡ് പോയി, അല്ലാതെ ഇതിന്റെ ടോപ്പിലാണോ നമ്മൾ മാർക്കറ്റിൽ എൻ്റർ ആവേണ്ടത്? പലർക്കും പറ്റുന്ന, നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് പലർക്കും പറ്റുന്ന തെറ്റാണ്. അവർ മാർക്കറ്റിൽ എൻ്റർ ആവുന്ന മിക്കവാറും ഈ ഒരു ലാസ്റ്റ് ഫേസിലായിരിക്കും. ഒരു ട്രെൻഡ് അവസാനിക്കുമ്പോഴായിരിക്കും മിക്കവാറും എല്ലാവരും നമ്മൾ കാണുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ആ ഒരു ഇൻഡെക്സോ വളരെയധികം റാലി നടന്നിട്ടുണ്ടായിരിക്കും. ആ റാലി നടക്കുന്ന കണ്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നത്. ഓക്കെ, ഒരു റാലി കണ്ടിട്ടാവരുത് നമ്മൾ മാർക്കറ്റിലേക്ക് വരും. ഇത് ആദ്യമേ മനസ്സിലാക്കാം. ഒരു റാലി കണ്ടിട്ട് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന നമ്മള് അതിൽ നിന്ന് മാറി ഈ മാർക്കറ്റിന്റെ റാലിക്ക് മുൻപുള്ള ഫേസ് ഉണ്ടല്ലോ, അതായത് ഇത് സംഭവിച്ചിട്ടില്ല, മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഈ ഒരു ഫേസ് ഐഡന്റിഫൈ ചെയ്യാൻ എപ്പോ പഠിക്കുന്നുവോ ആ സമയത്താണ്, അതായത് ഫസ്റ്റ് ഫേസ്, ഈ ഒരു റാലിയുടെ ഫസ്റ്റ് ഫേസ് എപ്പോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുന്നോ അപ്പോഴാണ് നമ്മൾ നല്ലൊരു ഇൻവെസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു സ്വിംഗ് ട്രേഡർ ആയിട്ടും ഒക്കെ മാറുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിനു മുൻപുള്ള എന്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ഈ മാർക്കറ്റിലുള്ള നമ്മുടെ നിഫ്റ്റിയുടെ ലാസ്റ്റ് ഒരു 30 വർഷത്തെ ഡേറ്റ എടുത്ത് വെച്ചിട്ട് അതിന്റെ ഏണിങ്സ്, നിഫ്റ്റി ഗോൾഡ് റേഷ്യോ, അങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് പല റാലികളും, അതായത് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഭൂരിഭാഗം റാലികളും ഇനി വരാൻ പോകുന്ന റാലികളും അതേപോലെ വലിയ ഫോളുകളും മുൻകൂട്ടി നമുക്ക് തരുന്ന വാണിങ്ങുകൾ അല്ലെങ്കിൽ മാർക്കറ്റ് തരുന്ന സൈനുകളുണ്ട്. നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ക്യാൻഡിലുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാത്ത സൈനുകളുണ്ട്. അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഇതിനു മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഈ ഒരു വലിയ റാലിയിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ട് മാർക്കറ്റ് വരാനല്ല നമ്മൾ പഠിക്കേണ്ടത്. ഈ റാലിക്ക് മുൻപ് ഇവിടെ ഈ സ്പേസിൽ ആ ഒരു അപ്സൈഡ് മൂവ്മെന്റിന് മുൻപ് മാർക്കറ്റിൽ എങ്ങനെ എൻ്റർ ആവാം എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മളൊരു നല്ല ഇൻവെസ്റ്റർ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, അതായത് ഇതിന്റെ ഒരു ചെറിയൊരു പാർട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ വീഡിയോ പുതിയതായിട്ട് കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കും ഈ വീഡിയോ കണ്ടാലും മനസ്സിലാവുന്നതാണ്. അപ്പോൾ എന്താണ് ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് നോക്കാം. നമ്മൾ രണ്ട് പാറ്റേൺസ് ആണ് പഠിക്കുന്നത്. ഈ ഓർക്കുക, നമ്മൾ ഈ പാറ്റേൺസ് എന്ന് പറയുമ്പോൾ, ഞാൻ ഈ പാറ്റേൺസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ മാർക്കറ്റിൽ കാണുന്ന പോലെ നമ്മളിപ്പോ എവിടെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10, 20, 30, 40 പാറ്റേൺസ് ഇങ്ങനെ നമുക്ക് കിട്ടും. അത്തരത്തിലുള്ള ഇന്റർനെറ്റിൽ വൈഡ്ലി അവൈലബിൾ ആയിട്ടുള്ള പാറ്റേൺസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നിഫ്റ്റിയില്, നമ്മളെ മേജർ ഇൻഡെക്സ് ഉള്ള നിഫ്റ്റിയില് 30 വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന രണ്ട് പാറ്റേൺസ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ ഏതെങ്കിലും നമുക്കിപ്പോ എനിക്ക് ഏതെങ്കിലും ഒരു പാറ്റേൺ പറഞ്ഞാൽ മതിയെങ്കിൽ ഇന്റർനെറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു പാറ്റേൺ നോക്കിയിട്ട് നമുക്ക് അത് എടുത്താൽ പോരെ. അങ്ങനെയല്ല, അവിടെ നമ്മൾ നല്ലൊരു ഇൻവെസ്റ്റർ ആവുന്നില്ല. അത് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു പാറ്റേൺ പഠിക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് നെറ്റിൽ നോക്കിയാൽ ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെയല്ലാതെ നമ്മുടെ മാർക്കറ്റിൽ വർക്കാകുന്ന, നമ്മുടെ മാർക്കറ്റ് റിപ്പീറ്റ് ചെയ്ത് സക്സസ്ഫുള്ളി റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈ സക്സസ് റേഷ്യോ ഉള്ള പാറ്റേൺസ് കണ്ടുപിടിച്ച് അതിനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളൊരു ഇൻവെസ്റ്റർ ആവുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പാറ്റേൺസ് നമുക്ക് യൂസ് ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ പഠിച്ച എല്ലാ പാറ്റേൺസും എല്ലാ മാർക്കറ്റിലും വർക്ക് ആവില്ല, നല്ലതുപോലെ വർക്ക് ആവില്ല. അതിന്റെ എല്ലാ വിന്നിംഗ് പ്രോബിലിറ്റി മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ഇഷ്ടംപോലെ പാറ്റേൺസ് അറിഞ്ഞാലും നമ്മളൊരു ഇൻവെസ്റ്റർ ആവോ? ഇല്ല. നമ്മൾ അറിയേണ്ടത് നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് എന്തറിയാം എന്നതാണ്. നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് എന്തറിയാം. അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് പാറ്റേൺസ്. അപ്പൊ ഇത് ശ്രദ്ധിച്ച് പഠിക്കുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. എൻ്റെ അടുത്ത് ചോദിച്ച വാട്സപ്പിൽ എൻ്റെ ഗ്രൂപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി കേട്ടോ. പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി. അവർക്ക് ഗ്രൂപ്പിൽ വേറെ ഞാൻ സജഷൻസോ കാര്യങ്ങളോ കോൾസോ ടിപ്സോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അല്ല ഗ്രൂപ്പിൽ. ഇതേപോലുള്ള നോളജബിൾ ആയിട്ടുള്ള അതിന്റെ PDF ഉണ്ടെങ്കിൽ PDF അല്ലെങ്കിൽ
അതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡെയിലി ഒന്നും ഷെയർ ചെയ്യാൻ എനിക്ക് ടൈം ഉണ്ടാവില്ല. ടൈം ഉള്ള സമയത്ത് ഞാൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇതേപോലെ 10-30 വർഷത്തെ ഡേറ്റാസും ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരെയും നോളേജ് ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക്, നമ്മുടെ പാറ്റേൺസിലേക്ക് പോകാം. നമ്മൾ ആദ്യം പറയാൻ പോകുന്ന പാറ്റേൺ എന്ന് പറയുന്നത്, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇതൊരു 4 ക്യാൻഡിൽ പാറ്റേൺ ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാറ്റേൺ അല്ല, 4 ക്യാൻഡിൽ പാറ്റേൺ ആണ് ഈ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 4 ക്യാൻഡിൽ പാറ്റേൺ എന്താണ് ഈ പാറ്റേൺ എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ പാറ്റേൺ എങ്ങനെയാണ് ഫോം ആവുന്നത് നോക്കാം. നമുക്കിതേ ഇത് ഞാൻ ഈ പറയുന്നത് നിഫ്റ്റിയെ കുറിച്ചാണ്. നിഫ്റ്റിയിലെ ഡേറ്റ ആണ് ഞാൻ ഈ പറയുന്നത്. നിഫ്റ്റിയിലെ ഹയർ ടൈം ഫ്രെയിമിലുള്ള ഡേറ്റ ആണ് ഈ പറയുന്നത്. നമ്മൾ എല്ലാ ടോപ്പിക്കിലേക്കും വരും കേട്ടോ. ഞാൻ അതായത് മറ്റ് സ്വിങ്, അതേപോലെ ഷോർട്ട് ടൈം ആയിട്ടുള്ള മറ്റു ട്രേഡുകൾ, അതിനെ പറ്റിയുള്ള ആദ്യം നമ്മൾ അതിനെല്ലാം മുൻപ് പഠിച്ചിരിക്കേണ്ടത് നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൽ എന്ത് നടക്കുന്നു എന്നുള്ളത്. അത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കിയേ. ഈ 2 ഗ്രീൻ ക്യാൻഡിൽ നമ്മുടെ മാർക്കറ്റിൽ ഫോം ആയെന്ന് കരുതുക. 2 ഗ്രീൻ ക്യാൻഡിൽ ഇതേപോലെ 2 ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയെന്ന് കരുതുക. ഈ 2 ഗ്രീൻ ക്യാൻഡിലിന് ശേഷം ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 2 ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ അതിനുശേഷം ഒരു റെഡ് ക്യാൻഡിൽ, അതിനുശേഷം ഒരു റെഡ് ക്യാൻഡിൽ കൂടെ. ഈ 4ാമത്തെ ക്യാൻഡിലാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ഈ 4th ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ ഇവിടെയാണ് പലർക്കും ഇവിടെ തെറ്റ് പറ്റുന്ന ഒരു കാര്യം. ഈ ക്യാൻഡിൽ ശ്രദ്ധിച്ചോളുക. ഈ ക്യാൻഡില് തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്ത 2 ഗ്രീൻ ക്യാൻഡിൽ ഇല്ലേ, ഈ ഒരു ക്യാൻഡിൽ ഇല്ലേ, ഈ ക്യാൻഡിലിന്റെ ആ സ്റ്റാർട്ട് ചെയ്ത ഏരിയ ഉണ്ടല്ലോ, ആ 2 ക്യാൻഡിൽ എടുത്താൽ ആ ഒരു 2, ഇത് 1ാമത്തെ ഗ്രീൻ ക്യാൻഡിൽ, ഇത് 2ാമത്തെ ഗ്രീൻ ക്യാൻഡിൽ. ഈ 1ാമത്തെ ഗ്രീൻ ക്യാൻഡിലിന്റെ സ്റ്റാർട്ടിങ് ഏരിയ, സ്റ്റാർട്ടിങ് അല്ല അതിന്റെ ലോ, ഓക്കെ, ഓപ്പൺ അല്ല, അതിന്റെ ലോ, അതിന്റെ ഏറ്റവും ലോ പോയിന്റ് ബ്രേക്ക് ചെയ്ത് താഴെ പോയിരിക്കണം. ഈ ഒരു പാറ്റേൺ കണ്ടോ. അപ്പൊ ഇവിടെ 4 ക്യാൻഡിൽ ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ. 4 ക്യാൻഡിൽ ഉണ്ട്. 1, 2, 3, 4. അപ്പൊ ഫസ്റ്റ് റൂൾ എന്താണ്? 2 ഗ്രീൻ ആയിരിക്കണം. ആദ്യത്തെ 1ഉം 2ഉം ഗ്രീൻ ക്യാൻഡിൽസ് ആയിരിക്കണം. അത് നിർബന്ധമാണ്. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസ് ആയിരിക്കണം. 3ഉം 4ഉം റെഡ് ക്യാൻഡിൽസ് ആയിരിക്കണം. അതും കൺസിക്യൂട്ടീവ്, അടുത്തടുത്ത് വരുന്ന റെഡ് ക്യാൻഡിൽസ് ആയിരിക്കണം. അപ്പൊ 2 ഗ്രീൻ, 2 ഗ്രീൻ പ്ലസ് 2 റെഡ്, ഇതാണ് നമ്മുടെ പാറ്റേണിന് വേണ്ട കളർ. ഇനി 4th ക്യാൻഡിൽ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്യാൻഡിലാണ് 4th ക്യാൻഡിൽ. 4th ക്യാൻഡിൽ എന്ത് ചെയ്തിരിക്കണം? ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ 1ാമത്തെ നമ്പർ 1 നമ്മൾ മാർക്ക് ചെയ്ത്, ഈ 1ാമത്തെ ഗ്രീൻ ക്യാൻഡിലെ ലോ, അത് സ്റ്റാർട്ട്, അതിന്റെ ഏറ്റവും ലോ പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു വിക്ക് വരുന്ന ഈ ഒരു ലോ പോയിന്റ്, ഈ ലോ പോയിന്റ് ബ്രേക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്തിരിക്കണം. എന്തിനാണ് ഈ ഒരു പാറ്റേൺ അറിഞ്ഞിരിക്കുന്നത്? ഈ പാറ്റേൺ നമ്മുടെ മാർക്കറ്റിൽ വളരെ റെയർ ആയിട്ടാണ് ഈ പാറ്റേൺ വരുന്നത്. ഓക്കെ, ഞാൻ ഈ സംസാരിക്കുന്ന ഇത് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. പല വലിയ ഫോളുകൾ മുൻകൂട്ടി തിരിച്ചറിയാൻ, നഷ്ടങ്ങൾ ഒഴിവാക്കാൻ, മാർക്കറ്റിന്റെ വലിയ ക്രാഷുകൾ കണ്ടെത്താനും പലപ്പോഴും ഈ പാറ്റേൺ നമ്മളെ സഹായിക്കും. അത് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഇനി വരുമ്പോൾ ആ ഡേറ്റാസ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ പാറ്റേൺ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ആയതുകൊണ്ട് നിഫ്റ്റിയില് ഹയർ ടൈം ഫ്രെയിം, മന്ത്ലി ടൈം ഫ്രെയിമിലാണ് ഈ ഒരു പാറ്റേൺ ഉപയോഗിക്കുന്നത് കേട്ടോ. സ്റ്റോക്കിന് വേണ്ടിയിട്ടുള്ള പാറ്റേൺസ് എല്ലാം ഞാൻ പിന്നീട് പോകുമ്പോൾ ചെയ്യാം. അത് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞിരുന്നാൽ മതി. ഇത് എത്രത്തോളം സീരീസ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് കൂടുതൽ ആൾക്കാർ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. കൂടുതലായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് ഈ 4 പാറ്റേൺസ്, ഈ 4 ക്യാൻഡിൽസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാം. ഇത് ഇതേ രീതിയിൽ വരണം. ഇതിലൊരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. അതായത് ഇതിന്റെ തെറ്റായിട്ടുള്ള ഒരു രീതി ഞാൻ കാണിച്ചു തരാം. പലരും വരുത്തുന്ന, അല്ലെങ്കിൽ ഇതിപ്പോ തെറ്റായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു രീതി എന്ന് പറയുന്നത് 2 ഗ്രീൻ വരും, അതിനുശേഷം ഫസ്റ്റ് റെഡ്, സെക്കൻഡ് റെഡ്. ഇവിടെ കണ്ടോ, ഇവിടെ ഇത് പലരും തെറ്റായിട്ട്, ഈ ഒരു പാറ്റേൺ തെറ്റാണ്. അതിന് കാരണം ഇതല്ല നമുക്ക് വേണ്ടത്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ഈ ലൈൻ മാർക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഈ ഗ്രീൻ ക്യാൻഡിലിന്റെ ലോ ആ റെഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുന്നില്ല. അതായത് ഇതിന്റെ താഴെ ക്ലോസ് ആ ചെയ്യേണ്ടത്.
ഈ ക്യാൻഡിലിന്റെ കളറുള്ള പാർട്ട് ഉണ്ടല്ലോ, ബോഡി എന്ന് നമ്മൾ പറയുന്ന ഈ കളറുള്ള പാർട്ട്, ഈ ഒരു ബോക്സ്, ഈ റെക്ടാങ്കുലർ ബോക്സ്, ഇതിന് താഴേക്ക് വന്നിരിക്കണം. ഇതേപോലെ താഴേക്ക് വന്നിരിക്കണം. അതിന്റെ ബോഡി, ക്യാൻഡിലിന്റെ ബോഡി ഇങ്ങനെ താഴേക്ക് വന്നാലേ ഇതൊരു ഇതേപോലെ ഇവിടെ കാണുന്നില്ല ആദ്യത്തെ കേസിൽ, നമ്മളെ ഫസ്റ്റ് കേസിൽ ഇവിടെ കാണുന്നത് പോലെ ഇതുപോലെ വന്നിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ ഉപയോഗിക്കരുത്, അത് മിസ്റ്റേക്ക് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് തെറ്റ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ. അപ്പൊ ഞാൻ ഒരു മിസ്റ്റേക്കും കൂടെ കാണിച്ചു തരാം. ചില സമയത്ത് ഇത് തെറ്റായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടെ. നമ്മൾ ശരി പഠിക്കുന്നതിന്റെ കൂടെ അതിന്റെ തെറ്റായിട്ടുള്ള വശം കൂടി അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പൊ 2 ഗ്രീൻ ക്യാൻഡില്, അതിനുശേഷം ഒരു റെഡ്, ഇവിടെ ഒരു വലിയ വിക്ക് ഉണ്ടെന്ന് വെച്ചോളൂ. ഇങ്ങനെ ഒരു വലിയ വിക്ക് ഉണ്ട്. ഇതും റോങ് ആണ് കേട്ടോ, ഇതും റോങ് ആണ്. വലിയ വിക്ക് ഉണ്ടെന്ന് കരുതി അതിന്റെ ബിലോ അങ്ങനെ പോയെന്നല്ല. ഇത് കണ്ടോ, ഈ ഒരു ബോക്സ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിന്റെ ബിലോ വരണം, അതായത് ഇതേപോലെ വന്നിരിക്കണം, എന്നാലേ പാറ്റേൺ കറക്റ്റ് ആവുള്ളൂ, കറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു കാര്യം, അപ്പൊ ഈ ഒരു പാറ്റേൺ എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു സ്ട്രക്ചർ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇതാണ് നമ്മളെ 2 പാറ്റേൺ. ഞാൻ 2 പാറ്റേണെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ പാറ്റേൺ ആണ് ഇത്, ഈ കാണുന്നത്. 2 ഗ്രീൻ 2 റെഡ് എങ്ങനെയാണ്. ഇനി അടുത്തത് ഇതിന്റെ ഓപ്പോസിറ്റ് പാറ്റേൺ. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പാറ്റേണെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അതായത് 2 റെഡ്, ഫസ്റ്റ് വരേണ്ടത് നേരെ തിരിച്ചാണ്. ഫസ്റ്റ് വരേണ്ടത് 2 റെഡ്, രണ്ടാമത്തെ പാറ്റേൺ ആണ്. അപ്പൊ ഒന്നാമത്തെ പാറ്റേൺ നമ്മൾ നേരത്തെ കണ്ടല്ലോ. ഇനി രണ്ടാമത്തെ പാറ്റേൺ ആണ് ഈ പറയുന്നത്. 2 റെഡ്, ഇതേപോലെ 2 റെഡ്, ശ്രദ്ധിച്ചോളുക. അതിനുശേഷം 2 ഗ്രീൻ. ഞാൻ ആ 2 പാറ്റേൺ ഒരേ സമയം സ്ക്രീനിൽ കാണിച്ചു തരാം കേട്ടോ. 2 ഗ്രീൻ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു റെഡ് ക്യാൻഡലിന്റെ ടോപ്പ് ഇത് ബ്രേക്ക് ചെയ്തിരിക്കണം, കണ്ടോ ഇങ്ങനെ. അപ്പൊ ഞാനത് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി 2 പാറ്റേൺസും ഒരേ സമയം കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ആദ്യമേ വരച്ചത്. അപ്പൊ ഇത് ഒരു പാറ്റേൺ, ഇതാണ് ഒരു പാറ്റേൺ. ഇനി മറ്റേ നമ്മൾ ആദ്യം വരച്ച പാറ്റേൺ ഏതാണ്? അത് ഇതേപോലെയാണ്. പിന്നെ 2 റെഡ് ക്യാൻഡൽസ്. ഓക്കെ, 2 റെഡ് ക്യാൻഡൽസ്. ഈ 2 പാറ്റേണിലും ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാൻഡിൽ എന്ന് പറയുന്നത് 4ാമത്തെ ക്യാൻഡിലാണ്. ഇതാണ്ട് ഈ ഒരു, ഞാൻ ഈ ബ്ലാക്ക് കളറിൽ അവിടെ കൊടുത്തു, ഈ ഒരു 4ാമത്തെ ക്യാൻഡിൽ കണ്ടോ, 4th ക്യാൻഡിൽ. ഓക്കെ, അപ്പൊ ഈ 4ാമത്തെ ക്യാൻഡില് എന്തൊക്കെ തന്നെ വന്നാലും ഈ മുൻപത്തെ ആദ്യത്തെ നമ്പർ 1 ക്യാൻഡിൽ ഉണ്ടല്ലോ, അതിന് ബ്രേക്ക് ചെയ്തിരിക്കണം. 1ാമത്തെ ക്യാൻഡിലിനെ 4ാമത്തെ ക്യാൻഡില് ബ്രേക്ക് ചെയ്തിരിക്കണം. ഇവിടുത്തെ 1ാമത്തെ ക്യാൻഡിൽ ഇതല്ലേ, 4ാമത്തെ ക്യാൻഡിൽ ഇതല്ലേ. 1ാമത്തെ ക്യാൻഡിലെ 4ാമത്തെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ഇതേപോലെ ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ ഇതേപോലെ ഒരു അപ്സൈഡ് ബ്രേക്ക് നടന്നിരിക്കണം. ഈ 2 പാറ്റേൺ എന്ന് പറയുന്നത്, ഇത് ഈ 2ാമത്തെ പാറ്റേൺ, ഞാൻ ഒരു പാറ്റേൺ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അത് കാണിച്ചതാണ്. ഈ 2 പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റില് 30 വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് വളരെ റെയർ ആണ്. നിഫ്റ്റിയില് മന്ത്ലി ടൈം ഫ്രെയിമില് വരുന്ന ഒരു പാറ്റേൺ ആണ്. വലിയ ക്രാഷുകളും വലിയ ബുൾ റാലികളും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ, ഒരു മാർക്കറ്റ് അപ്സൈഡ് പോകുമ്പോൾ അതിന്റെ ഫസ്റ്റ് ഫേസിൽ നമുക്ക് ആ റാലി പിടിക്കാൻ പറ്റണം. അതായത് ഇവിടെയല്ല, ഈ ടോപ്പിലല്ല നമ്മൾ എൻ്റർ ആവാൻ പഠിക്കേണ്ടത്, അതിന്റെ ഫസ്റ്റ് ഫേസിൽ. അതേപോലെ ഒരു ക്രാഷ് വരുമ്പോൾ, മാർക്കറ്റിൽ ഒരു ക്രാഷ് വരുമ്പോൾ അവിടെയും അതിന്റെ ഫസ്റ്റ് ഫേസിൽ ഇറങ്ങാൻ നമ്മൾ പഠിക്കണം. ഓക്കെ, ക്രാഷില് നമുക്ക് കിട്ടിയ ലാഭത്തിൽ ഒരു ചെറിയ ലാഭം നഷ്ടപ്പെട്ടേക്കാം, പക്ഷെ അതൊരു വലിയ നഷ്ടമായിട്ട് മാറാതെ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ, അതായത് നമുക്കിപ്പോൾ നല്ലൊരു ലാഭം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ലാഭത്തിന്റെ ചെറിയൊരു ഭാഗം പോയേക്കാം, അല്ലെങ്കിൽ ചെറിയൊരു നഷ്ടം വന്നേക്കാം. അതല്ലാതെ നമ്മുടെ ക്യാപിറ്റൽ മറ്റോ നഷ്ടപ്പെടുന്നതാണോ മാർക്കറ്റിൽ? അങ്ങനെയാണോ മാർക്കറ്റ് ഇരിക്കേണ്ടത്? അല്ല. അപ്പൊ എന്ത് നടന്നാലും അതിന്റെ ഫസ്റ്റ് ഫേസിൽ, ഫേസ് 1, അതൊരു റാലി ആയാലും അതിന്റെ ഫേസ് 1, അതൊരു ക്രാഷ് ആയാലും അതിന്റെ ഫേസ് 1
തിരിച്ചറിയാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ചോദിക്കാം, അത് അങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളത്. മുൻപുള്ള വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഈ പാറ്റേൺസ് മാത്രമല്ല തിരിച്ചറിയാനാണ്, പാറ്റേണിന്റെ കാട്ടി മുൻപേ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏണിങ്സ് വെച്ചിട്ടുള്ള റേറ്റ് ഓഫ് ചേഞ്ച് പോലുള്ള ടൂൾ ഉണ്ട്, നിഫ്റ്റി ഗോൾഡ് റേഷ്യോ. ഈ 2 വീഡിയോ കാണാത്തവരത് കാണുക കേട്ടോ. ഞാൻ 30 വർഷത്തെ ഡേറ്റ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഇനി വരാൻ പോണ 30 വർഷവും അത് ഉപയോഗിക്കാം, 30, 40, 50 വർഷവും അത് ഉപയോഗിക്കാം. അപ്പോൾ ഇതേപോലെ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഇത്തരം മൂവുകൾ കണ്ടുപിടിക്കാൻ, മനസ്സിലാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ടൂൾസ് ഉണ്ട് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ. അപ്പൊ ഓരോ വീഡിയോസ് കാണുമ്പോഴത്തേക്കും നമുക്ക് പുതിയ പുതിയ ഓരോ കാര്യങ്ങളായിരിക്കും കിട്ടുന്നത്. അപ്പൊ അതിൽ ഡൗട്ട് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് ചോദിക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ അത് മിസ്റ്റേക്ക് ഉണ്ടോ, ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിലോ ചോദിക്കാം കേട്ടോ. ഇതിന്റെ PDF മറ്റു കാര്യങ്ങളും ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഈ 2 പാറ്റേൺ നമ്മുടെ മനസ്സിൽ മനസ്സിലാക്കി വെക്കാം. 1, 2. അപ്പൊ ഇതില് ഈ പാറ്റേൺ എന്ന് പറയുന്നത് ഇതൊരു ബുള്ളിഷ് പാറ്റേൺ ആണ്. അതായത് മാർക്കറ്റ് ഈ ഫേസ് 1 ഉണ്ടല്ലോ, ഒരു മാർക്കറ്റ് അപ്സൈഡ് പോകുന്നതിന് മുൻപ് വരുന്ന പാറ്റേൺ ആണ് ഫേസ് 1. ഓക്കെ, അപ്സൈഡ് ഏതാണ്? ഇതാണ്ട് ഈ ഒന്നാമത്തെ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു പാറ്റേൺ, ഇത് ഫേസ് 1 വരുന്ന അവിടെ ഫോം ആവുന്ന ഹൈ പ്രോബബിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇതേപോലെ ഫോളോ ആവത്തില്ലേ, താഴേക്ക് വീഴത്തില്ലേ, താഴേക്ക് വീഴുന്നതിന് മുൻപ് പലപ്പോഴും തരുന്ന ഒരു പാറ്റേൺ. ഈ പാറ്റേൺ വന്നാൽ നമ്മളൊന്ന് മാർക്കറ്റിൽ ഒരു വലിയ വാണിംഗ് ആണ് ഈ പാറ്റേൺ. ഈ രണ്ടാമത്തെ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ഒരു വലിയ വാണിംഗ് ആണ് ആ പാറ്റേൺ തരുന്നത്. അപ്പൊ ഈ 2 പാറ്റേൺ കണ്ടല്ലോ. അപ്പൊ ഇത് നമ്മൾ പാറ്റേൺ കണ്ടാൽ മാത്രം മതിയോ? പോരാ, നമുക്കത് ചാർട്ടിൽ കണ്ട് വാലിഡേറ്റ് ചെയ്യണം. നമുക്കത് മനസ്സിലാവണം ഇത് എങ്ങനെ വന്നിട്ടുണ്ട്, അതിന്റെ ശരിയായിട്ടുള്ള രീതി, തെറ്റായിട്ടുള്ള രീതി, എപ്പോ വന്നിട്ടുണ്ട്, എത്ര തവണ, ഏത് ടൈമിൽ, എവിടെയൊക്കെ, എപ്പോ, അതെല്ലാം 30 വർഷത്തെ ഡേറ്റ നമ്മൾ കാണണം. അപ്പൊ അത് കൃത്യമായി കണ്ട് ഞാൻ കണ്ടു നോക്കുക. നമുക്ക് പഠിക്കുന്ന ഒരു ചെറിയ ടൈം മാറ്റി വെച്ചാൽ മതിയല്ലോ. കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും അത് എത്രത്തോളം നന്നായിട്ട്. അപ്പൊ ഇത് 2 പാറ്റേൺ ഞാൻ ഒരുമിച്ചായിരിക്കും കാണിക്കാൻ പോകുന്നത്. അത് 2 വന്നിട്ടുള്ള കേസ് എല്ലാം ഒന്നും സ്കിപ്പ് ചെയ്യുന്നില്ല, വന്നിട്ടുള്ള കേസ് എല്ലാം എടുക്കും. ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് സ്ക്രീൻ നമ്മുടെ ചാർട്ട് കാണാൻ കഴിയുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ചാർട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചാർട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ നമുക്ക് ഇത് നിഫ്റ്റി ആണ് കാണുന്നത്. നിഫ്റ്റിയുടെ ടൈം ഫ്രെയിം ഇവിടെ കാണാം, മന്ത്ലി ടൈം ഫ്രെയിം ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് നിഫ്റ്റിയിൽ ഇതുവരെയുള്ള സകല ചാർട്ട് 1990 മുതൽ 1990 മുതൽ 2026 വരെയുള്ള ചാർട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ വന്നിട്ടുള്ള ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 1-2 എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. ആദ്യം ഈ ഒരു പാറ്റേൺ ഫോം ആവുന്നത് നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഈ ഒരു കേസ് ഒന്ന് നോക്കി. ഈ പാറ്റേൺ ഇവിടെ ഒന്നും ഈ ഒരു റാലിയിലൊന്നും ഈ ഒരു പാറ്റേൺ വന്നിട്ടില്ല. ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോണം, ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു ബോക്സ് ഒന്ന് നോക്കി, ഇവിടെ ഒരു 4 ക്യാൻഡിൽ കാണുന്നുണ്ടോ? 4 ക്യാൻഡിൽ, 1, 2, 3, 4, 4 ക്യാൻഡില് വളരെ കൃത്യമായിട്ട് ഇവിടെ കാണാം. 1, 2, 3, 4, 4 ക്യാൻഡിൽ കാണാം. ഈ 4 ക്യാൻഡില് നമ്മൾ പഠിച്ചതുപോലെ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. അതായത് ഈ 4 ക്യാൻഡില്, ഒന്നാമത്തെ ക്യാൻഡില് ഇതല്ലേ നമ്മൾ ഒന്നാമത്തെ ക്യാൻഡില്, ഞാൻ ഒന്നുകൂടെ സൂം ചെയ്യാം. നമ്മുടെ ഒന്നാമത്തെ ക്യാൻഡിലിനെ ഇതാണ്ട് ഞാൻ ഈ വൈറ്റ് ലൈൻ വരച്ച് ഒന്നാമത്തെ ക്യാൻഡില് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്യാൻഡിലിനെ 4ാമത്തെ ക്യാൻഡില് ബ്രേക്ക് ചെയ്ത് താഴെ പോകണം എന്നല്ലേ നമ്മൾ പഠിച്ചത്? അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അതേപോലെ അല്ലേ 2 ഗ്രീൻ 2 റെഡ്, അത് അതേപോലെ വന്നിട്ടില്ലേ? അതേപോലെ വന്നിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കൂടെ അറിയണം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ഒരു നമ്മൾ വന്നിട്ടുള്ള ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ആ ഗ്രീൻ ക്യാൻഡിലിന്റെ റേഞ്ച് നമുക്കങ്ങ് മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഈ ഗ്രീൻ ക്യാൻഡിൽ, ഈ 2 ഗ്രീൻ ക്യാൻഡിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് 2 മാർക്ക് ചെയ്യാം. ഞാനിപ്പോ ഈ ഒരു ഫസ്റ്റ് ഗ്രീൻ ക്യാൻഡിലാണ് മാർക്ക് ചെയ്തത്. കണ്ടോ, ആ റേഞ്ച് അങ്ങ് മാർക്ക് ചെയ്യാം. പിന്നെ എന്താ സംഭവിച്ചെന്ന് നോക്കിയ മാർക്കറ്റില്
മാർക്കറ്റില് ഇത് ഈ ക്യാൻഡിൽ ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി ഈ ഒരു ഫോർമേഷൻ, ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ ഇവിടെ വെച്ച് തന്നെ. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് നോക്കിയേ, അടുത്ത ക്യാൻഡിൽ തൊട്ട് മാർക്കറ്റ് താഴേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തു. മാർക്കറ്റ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിന്റെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ റേഞ്ചിലോട്ട് വന്നോ, അവിടെ ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ റേഞ്ചിലോട്ട് വന്നോ സെല്ലിംഗ് വരും, പിന്നെയും വന്നു സെല്ലിംഗ് വരുന്നു. ഇവിടെയും കാണാം കണ്ടോ, ഇവിടെയും വന്നു സെല്ലിംഗ് വരുന്നു. സെല്ലിങ് സെല്ലിങ് സെല്ലിങ്. എന്താ അവിടെ സംഭവിച്ചു നോക്കി, ഒരു വലിയ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആണ് സംഭവിച്ചത്. ഇതൊരു കറക്ഷൻ അല്ല, ഇതൊരു ക്രാഷ് ആണ്. ഇതൊരു വലിയ നമ്മൾ ഇപ്പൊ വന്ന പോലെയൊന്നും അല്ല. ഇപ്പൊ നമുക്ക് വന്നത് 10-15% ഒരു മൂവ്മെന്റ് അല്ലേ. ഇതൊരു 10-15% അല്ല, ഇതൊരു വലിയ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആണ് അവിടെ സംഭവിച്ചത്. ഏകദേശം 50%-ത്തിലധികം മാർക്കറ്റ് ക്രാഷ് ആയിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഒരു സ്റ്റോക്ക്, അപ്പൊ ഇത് ഒരു തവണയല്ല ഈ പാറ്റേൺ, ഇത് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചതാണ്. ഇത് ഒരുപാട് തവണ മാർക്കറ്റിൽ ഇനിയും വരുന്നുണ്ട്. അപ്പൊ ഇത് ഒരു കേസ് കണ്ടതാണ് നമ്മൾ. ഓക്കെ, അപ്പൊ ഇനി ഇത് വന്നിട്ടുള്ള പല പല എക്സാമ്പിൾ ഞാൻ ആദ്യമേ ഒരു കണ്ടീഷൻ എല്ലാം കാണിക്കാം, എന്നിട്ട് രണ്ടാമത്തെ കണ്ടീഷൻ കാണിച്ചു തരാം. അതായത് ഈ വന്ന ഇതിന്റെ കണ്ടീഷൻസ് കംപ്ലീറ്റ് കാണിച്ചിട്ട് നമുക്ക് ബുള്ളിഷ് കണ്ടീഷൻ കൂടെ കാണിക്കാം. ഇനി നമ്മുടെ കൊറോണ ഫോൾ എല്ലാവർക്കും അറിയാലോ. കൊറോണ ഫോള് ഇവിടെ വന്നിട്ടുള്ള കൊറോണ ഫോളിന് മുൻപ്, കൊറോണ ഫോൾ വിട്ടേക്കും, കൊറോണ ഫോളിന് മുൻപ് 2018 അവസാനം, അതായത് 2019 നമുക്ക് വേണമെങ്കിൽ പറയാം, സോറി 2018 അവസാനം, അതായത് ലാസ്റ്റ് ടൈമിൽ, ഡേറ്റ് എത്രയാണ്, ഒക്ടോബർ 18. ഓക്കെ, സോറി ഒക്ടോബർ 1. ഒക്ടോബറിൽ 2018 ഒക്ടോബർ തൊട്ട് ഈ പാറ്റേൺ, നമ്മുടെ ഈ ക്രാഷ് വരുന്ന ഈ ഒരു പാറ്റേൺ നമുക്ക് കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ. കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഒന്നല്ല 2 തവണയാണ് ഈ പാറ്റേൺ വന്നത്. ഒരു തവണ ഇവിടെ ഈ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ നോക്കി, ഇവിടെ ഒന്ന് കൃത്യമായിട്ട് നോക്കി കണ്ടോ. ഇത് ഞാനൊന്ന് മാർക്ക് ചെയ്യാം, 2 ഗ്രീൻ 2 റെഡ്. ഓക്കെ, റെഡ് ക്യാൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ, ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽസിന്റെ റേഞ്ച് മാർക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഗ്രീൻ ക്യാൻഡിലിന്റെ റേഞ്ച് മാർക്ക് ചെയ്താൽ കണ്ടോ, പിന്നെ മാർക്കറ്റ് അതിന്റെ എബോവ് പോവാൻ ബുദ്ധിമുട്ടുന്ന നമുക്ക് കാണാം. കണ്ടോ, ഈ ഒരു റേഞ്ചിൽ കണ്ടോ, ഈ ഒരു റേഞ്ച് നോക്കി കൺസോളിഡേഷൻ കണ്ടോ. ഇതിന് നേരത്തെ നമ്മൾ കണ്ടതാണ്, ഈ ഒരു റേഞ്ച് മാർക്കറ്റിൽ വളരെ സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. ഡിസ്ട്രിബ്യൂഷൻ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, മാർക്കറ്റിന്റെ അകത്ത് വരുന്ന ബിഗ് പ്ലേയേഴ്സ്, അതായത് വലിയ പണം കൈകാര്യം ചെയ്യുന്ന ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, HNIs, ഇതേപോലുള്ള വലിയ വലിയ ബിഗ് പ്ലേയേഴ്സ് എന്ത് ചെയ്യും, അവരുടെ പൊസിഷൻസ് മാർക്കറ്റിനെ എക്സിറ്റ് ചെയ്ത് മാറുകയാണ്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയാണ് മാർക്കറ്റിൽ. നമ്മളെ പോലുള്ളവർ അല്ലെങ്കിൽ സാധാരണക്കാർ എന്ത് ചെയ്യാണ്, ഇവിടെ കൂടുതൽ മാർക്കറ്റ് ഹൈയിൽ നിൽക്കില്ല, ഒരു റാലി കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കണ്ടോ, ഒരു വലിയ റാലി കഴിഞ്ഞ്. അപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ച് മാർക്കറ്റ് ഒരുപാട് നാളായിട്ട്, ഒരു വർഷത്തോളം മാർക്കറ്റ് ഇങ്ങനെ അപ്സൈഡ് പോയി നിൽക്കുകയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അത്രയും റാലി നടന്ന ഒരു മാർക്കറ്റില് എല്ലാവരും ചിന്തിച്ചു നോക്കിയാൽ, മാർക്കറ്റ് ബുള്ളിഷ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റില് എല്ലാവരും എന്ത് ചെയ്യും, പിന്നെയും ബൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കൂടുതൽ സാധാരണക്കാർ ബൈ ചെയ്യും. പക്ഷെ ഈ ഒരു പാറ്റേൺ ഇവിടെ വെച്ച് കിട്ടുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് അറിയാന്നുണ്ടെങ്കിൽ ഈ പാറ്റേൺ ഇനിയും മാർക്കറ്റിൽ വരും. ഓർക്കുക, ഇത് ഇനിയും മാർക്കറ്റിൽ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഇത് പഠിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഈ ഒരു പാറ്റേൺ ഇവിടെ സംഭവിച്ചതിന് ശേഷം ഇവിടെ നോക്കി, ഇവിടെ ഒരു ലോങ് കൺസോളിഡേഷൻ, ആ ഒരു റേഞ്ചിനുള്ളിൽ ഒരു വലിയ, ഇതിന് പുറത്ത് മാർക്കറ്റ് പോകാൻ ശ്രമിക്കുമ്പോൾ കണ്ടോ, അവിടെ അപ്പൊ തന്നെ സെല്ലിംഗ് വന്ന് അതിനുള്ളിലേക്ക് വരികയാണ്. പിന്നെ ഈ ഒരു 2019 അവസാനം ആ പാറ്റേൺ ഇത് വന്ന് 1 ഇയറിന് ശേഷം ആ പാറ്റേൺ അതേപോലെ അതേ സമയത്ത് 2018 ശേഷം 2018 അവസാനം എങ്ങനെ വന്നു അതേപോലെ 2019 ആ പാറ്റേൺ വന്നിട്ടുണ്ട്. ഇത് ഇവിടെ കാണാം, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരിയിൽ ആ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്രാഷ് ഉണ്ട്, ഈ വലിയ ക്യാൻഡില്, ആ ക്യാൻഡിലിന് മുൻപ് ഈ ഒരു പാറ്റേൺ അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്താണ്ട് ഞാൻ കാണിച്ചു തരാം, നമുക്കൊന്ന് വാലിഡേറ്റ് ചെയ്യാതെ. 2 ക്യാൻഡിൽ, ഇത് 2 ഗ്രീൻ ക്യാൻഡിൽ ഉണ്ട്, 2 ഗ്രീൻ ക്യാൻഡിൽ, 2 റെഡ് ക്യാൻഡിൽ കണ്ടോ, 2 ഗ്രീൻ 2 റെഡ്. ഗ്രീൻ ക്യാൻഡിലിന്റെ ലോ, റെഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിരിക്കണം, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഈ ഇത് ഫസ്റ്റ് നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കി, ഫോളിന്റെ ഫസ്റ്റ് ഫേസ് ഐഡന്റിഫൈ ആണ്. ഒരു ക്രാഷിന്റെ അത് ഇവിടെ വെച്ചേ നമുക്ക് കിട്ടി, ഇവിടെ വെച്ചേ നമുക്കൊരു മാർക്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് സ്റ്റാർട്ടായി എന്നതിന്റെ ഒരു ലക്ഷണം ഇവിടെ വെച്ചേ കിട്ടി. ഇവിടെ രണ്ടാമത്തെ ലക്ഷണം അടുപ്പിച്ച് കാണിച്ചു തരാണ്. മാർക്കറ്റ് അടുപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാണ്, ആ ഒരു ഫേസ് കാണിച്ചു. ഇത് അടുപ്പിച്ച് ഇങ്ങനെ വരുന്നത് റയർ ആണ്. അപ്പൊ ഇത് അടുപ്പിച്ച് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസിന്റെ ഒരു പാറ്റേൺ മാർക്കറ്റിൽ വരികയാണ്. അപ്പൊ രണ്ടാമത്തെ തവണയും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പാറ്റേൺ. അതിനുശേഷമാണ് ആ ഒരു വലിയ ഫോള് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. കണ്ടോ, പിന്നെ ഒരൊറ്റ മാസം കൊണ്ട് മാർക്കറ്റ് ക്രാഷ് അയക്കുന്നുണ്ട്. എന്തുമാത്രം വലിയ ക്രാഷാണ് അന്ന് നടന്നത്. ഏകദേശം 40% അടുത്ത് വരുന്ന ഒരു ഹ്യൂജ് ക്രാഷ് ആണ് ആ സമയത്ത് നടന്നത്. മാർക്കറ്റ് ക്രാഷ് ആണ്, ഇതൊന്നും ഒരു കറക്ഷൻ അല്ല, ഇതൊക്കെ ഒരു ക്രാഷ് ആണ് മാർക്കറ്റിൽ സംഭവിച്ച. കറക്ഷൻ എന്ന് പറയുമ്പോൾ ചെറിയ ഒരു 10-15%, 20% അകത്തൊക്കെ വരുന്ന മൂവ്മെന്റ് ആണ് നമ്മൾ കറക്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ക്രാഷ് ആണ് കേട്ടോ, ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആണ്. അപ്പൊ ഈ രണ്ട് ക്രാഷ്, നമ്മളിപ്പോ മേജർ ആയിട്ടുള്ള രണ്ട് ക്രാഷിന് മുൻപും ഈ പാറ്റേൺ അവിടെ ഫോം ആയത് കണ്ടതാണ്. ഈ ക്രാഷിന് മുൻപേ ഈ പാറ്റേൺ വന്നു, ഒന്നല്ല ഒരു തവണ വാർണിംഗ് തന്നു, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ടായി. അതിനുശേഷം എക്സാക്ട് ഡിസ്ട്രിബ്യൂഷന് മുൻപ് അതേപോലെ പിന്നെയും അത് ഫോം ആയിട്ടുണ്ട്. അപ്പൊ എല്ലാ ഡൗൺ സൈഡിന് മുൻപ് ഇത് വരുമെന്നല്ല, ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ അപ്പോഴേ വാർണിംഗ് ആണ്, മാർക്കറ്റ് നമുക്ക് വാർണിംഗ് തരികയാണ്. ഈ വാർണിംഗ് റീഡ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് കോഷ്യസ് ആവാൻ പറ്റില്ലേ? അങ്ങനെ ഈ ഒരു വാർണിംഗ് മനസ്സിലായ ഒരാൾ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ മൊത്തവും അദ്ദേഹത്തിന്റെ ലൈഫ് സേവിങ്സ് മൊത്തവും കൊണ്ടുപോയി മാർക്കറ്റിൽ ഇടുമോ? ഇല്ല. അല്ലെങ്കിൽ അദ്ദേഹം ഓവർ ലിവറേജഡ് ആയിട്ട് റിസ്ക് എടുക്കുമോ? ഇല്ല. കാരണം അദ്ദേഹത്തിന് അറിയാം മാർക്കറ്റ് റിസ്ക് ആണ്, ഇതിനുള്ളില് മാർക്കറ്റ് മേ ബി കൺസോളിഡേഷനിലോട്ട് പോവാം, അല്ലെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, ക്രാഷ് വരാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളത്. അപ്പൊ ഈ നമ്മളിപ്പോ കണ്ടതാണ് ഈ ഒരു മാർക്കറ്റ് അത് എത്ര തവണ ഇതിങ്ങനെ വന്നു എന്നുള്ളത് കണ്ടോ. അപ്പൊ ഇനി ഇതേപോലെ അപ്പൊ നമ്മൾ ഈ ഒരു ക്രാഷിന്റെ ഫസ്റ്റ് ഫേസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ലേ, ഈ ഒരു മാർക്കറ്റിന്റെ ക്രാഷിന്റെ ഫസ്റ്റ് ഫേസ് തന്നെ ഐഡന്റിഫൈ ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് നമ്മളെ ബുൾ മാർക്കറ്റ് അപ്സൈഡ് അത് ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാട് തവണ ഒരു ബുൾ മാർക്കറ്റിന്റെ അപ്സൈഡില് ഈ ഒരു കേസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് മറ്റേ ഇവിടെ പലതവണ ഈ ഒരു പാറ്റേൺ വരുന്നത് നമുക്ക് കാണാം കണ്ടോ. ഒന്ന് ഇവിടെ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ അതുണ്ട്, ഇത് വിട്ടുപോയായിരുന്നു. നമ്മുടെ ആ ഒരു റെഡ് പാറ്റേൺ ഇവിടെയും വന്നിട്ടുണ്ട് കണ്ടോ, ഈ ഒരു റെഡ് പാറ്റേൺ. ഓക്കെ, അതായത് നമ്മുടെ ആ ഒരു നേരത്തെ പറഞ്ഞില്ലേ ആ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന് മുൻപ് വന്ന് ആ ഒരു പാറ്റേൺ ഇവിടെ വന്നിട്ടുണ്ട്. അത് വന്ന അപ്പോഴേ കോഷ്യസ് ആവുക. ഓക്കെ, അത് വന്നാല് കോഷ്യസ് ആവുക. നമ്മൾ ഈ രണ്ട് ലെവൽസ് മാർക്ക് ചെയ്യും. അതിനുശേഷം ഈ ഇവിടെ ഒരു വലിയ ക്രാഷ് അല്ല, ഇവിടെ ഒരു കറക്ഷൻ ആണ് നടന്നത്. 6 മാസത്തോളം ഈ പാറ്റേണിന് ശേഷം ഇവിടെ കാണാം 1 2 3 4 5 6 6 മാസത്തോളം മാർക്കറ്റ് ഡൗൺ സൈഡ് ആയിരുന്നു. ഏകദേശം 6 മാസത്തോളം മാർക്കറ്റ് ഡൗൺ സൈഡ്. ഇവിടെ നേരത്തെ കണ്ട കണക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒരു 60% ഒന്നും മാർക്കറ്റ് ഫോളോ വന്നിട്ടില്ല. ആ ഒരു പാറ്റേൺ ഫോർമേഷന് ശേഷം ഒരു 20% ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മളെ മാർക്കറ്റ് വന്നത് ഒരു 20% കറക്ഷൻ ആണ്. ഓക്കെ, ഒരു കറക്ഷൻ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. ആ പാറ്റേണിന് ശേഷം 20%-നുള്ള ഫോള് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു കറക്ഷൻ. ഇത് മന്ത്ലി ക്യാൻഡിലാണ്, അപ്പൊ ഇതൊന്നും ചെറിയ മൂവ് ആയിട്ട് കാണരുത് കേട്ടോ. മാസങ്ങളാണ്, 6 മാസമാണ് എന്ന് ഓർക്കുക. അപ്പൊ ഇത് കണ്ടാൽ, ഈ പാറ്റേൺ കണ്ടാൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഈ പാറ്റേൺ കണ്ടു, ഇനി നമ്മൾ എൻ്റർ ആവുന്ന സ്റ്റേജ് ഒന്ന് നോക്കി. ഈ പാറ്റേൺ തന്നു കഴിഞ്ഞിട്ട് ഈ 6 മാസത്തോളം മാർക്കറ്റ് ഡൗൺ സൈഡ് ഇങ്ങനെ പോയി. എന്നിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു നോക്കി, ഇവിടെ മാർക്കറ്റില് നമ്മുടെ രണ്ടാമത്തെ മാർക്കറ്റിന്റെ ഫസ്റ്റ് ഫേസ് റാലി പിടിക്കുന്ന പാറ്റേൺ കണ്ടോ. അതായത് റാലി വരുന്നതിന് മുൻപ് ഫോം ആവുന്ന ഒരു പാറ്റേൺ കണ്ടോ. ഇത് നോക്കി, ഈ ഒരു 4 ക്യാൻഡിൽ ഒന്ന് നോക്കി. 1 2 3 4 4 ക്യാൻഡിൽ നമുക്ക് ഇവിടെ കാണാം. 2 റെഡ് 2 ഗ്രീൻ. നമ്മൾ രണ്ടാമത് പഠിച്ച കാര്യം. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഇതിനെ പറ്റിയിട്ട് ഞാൻ ഒരു ക്ലാസ് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞായിരുന്നു. എന്നിരുന്നാലും അത് ജസ്റ്റ് നമ്മളിപ്പോ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നതാണ്, ഒന്ന് കണ്ടു വെക്കുക. 1 2 3 4. ഓക്കെ, കണ്ടോ. അപ്പൊ 2 റെഡ് 2 ഗ്രീൻ. അപ്പൊ ഇതില് നമുക്ക് വളരെ നീറ്റ് ആയിട്ട് മനസ്സിലാവും നമ്മൾ പഠിച്ചതുപോലെ ആ ഒരു റെഡിന്റെ ഹൈ കണ്ടോ. ആ ഒരു ഗ്രീൻ ക്യാൻഡില് നമ്മൾ പറഞ്ഞതാണ്, ഒന്നാമത്തെ ക്യാൻഡിലിനെ 4ാമത്തെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം അതിന്റെ ഫോർമേഷന് ശേഷം പിന്നെ അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം, ഈ ഒരു റെഡ് ക്യാൻഡിൽ റേഞ്ച് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഒരു 1ാമത്തെ ക്യാൻഡിലെ റേഞ്ച് മാർക്ക് ചെയ്യണം. കറക്റ്റ് മാർക്കറ്റ് ഇതാ 1ാമത്തെ ക്യാൻഡിലോട്ട് സപ്പോർട്ട് വന്നതുണ്ടോ. ഇവിടെ സപ്പോർട്ട് വന്ന് പിന്നെ എന്താ സംഭവിച്ചത് നോക്കിയേ, വലിയ ഒരു റാലി നമുക്ക് കാണാം കണ്ടോ. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു നല്ല റാലി നമുക്ക് കാണാൻ പറ്റും കണ്ടോ.
അത് ആ റാലി ചെന്ന് അവസാനിക്കുന്നത് ഈ ഒരു റെഡ് പാറ്റേൺ, നമ്മളിതാ ഈ ക്രാഷിന്റെ പാറ്റേൺ വരുമ്പോഴാണ് ആ റാലി അവസാനിച്ചത്. അതുവരെ ആ റാലി തുടർന്നു കണ്ടോ. അപ്പൊ ആ ഒരു പാറ്റേൺസ് ഫോം ആവുന്നുണ്ടോ? ഇവിടെ ആ ഒരു റെഡ് പാറ്റേൺ വന്നു, ഇവിടെ ആ ഒരു ഗ്രീൻ പാറ്റേൺ വന്നു, ഇവിടെ ആ ഒരു റെഡ് പാറ്റേൺ വന്നു. അത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് പോകുന്നതെന്നുള്ളത് കണ്ടോ. ആ കോമ്പിനേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഫേസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക് പലതിന്റെയും, ഈ ഡൗൺ സൈഡ് മൂവിന്റെയും ഈ ഒരു അപ്സൈഡ് മൂവിന്റെയും എല്ലാം ഫസ്റ്റ് ഫേസ്. ഇത് ഫസ്റ്റ് ഫേസ് ഐഡന്റിഫൈ ഇനിയും മറ്റു വഴികളുണ്ട് കേട്ടോ. കൂടുതൽ വീഡിയോസ് ഇതേപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. എത്രത്തോളം ആൾക്കാർ താല്പര്യപ്പെടുന്നു അത്രയും എനിക്കത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ആർക്കും ഉപയോഗം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് ചെയ്തിട്ട് ഉപയോഗം ഉണ്ടാവത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പൊ ഈ ഒരു കാര്യം, ഈ ഒരു ഫസ്റ്റ് ഫേസ് ഐഡന്റിഫൈ, ഞാൻ പറയുന്നതെല്ലാം ഫസ്റ്റ് ഫേസ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. പലതിന്റെയും തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ പഠിക്കുക. നടന്നു കഴിഞ്ഞിട്ടല്ല, ഒരു വലിയ റാലി നടന്നു കഴിഞ്ഞിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത്. റാലിക്ക് മുൻപ് മനസ്സിലാക്കാൻ പഠിക്കുക, ക്രാഷിന് മുൻപ് മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പൊ പറയും ക്രാഷ് മനസ്സിലാക്കാൻ പറ്റുന്ന റാലി മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് മാർക്കറ്റിന്റെ പ്രൈസ് റീഡ് ചെയ്താല് നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള വ്യൂവിന്റെ പ്രോബബിലിറ്റി കൂട്ടാൻ പറ്റും. പ്രോബബിലിറ്റി നമുക്ക് വേണ്ടത് ഹൈ പ്രോബബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രോബബിലിറ്റി നമ്മൾക്ക് എത്രത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാവുന്നോ അത്രത്തോളം നമുക്ക് മാർക്കറ്റിലുള്ള നമ്മുടെ ഡിസിഷന്റെ പ്രോബബിലിറ്റി കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ 30 or 40% പ്രോബബിലിറ്റി ഉള്ളതെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് 50, 60, 70 അത് ആ പ്രോബബിലിറ്റി കൂടും. മനസ്സിലായില്ല? അപ്പൊ എത്രത്തോളം നമുക്ക് ആ അറിവുകൾ കിട്ടുന്നു അത്രത്തോളം ആ ഒരു പ്രോബബിലിറ്റി വർദ്ധിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ തന്നെ ഈ ഒരു കോമ്പിനേഷൻ 3 തവണ വന്നേക്കുന്നതുണ്ടോ. ഇനിയും ഇത് കഴിഞ്ഞിട്ടില്ല. ഞാൻ എക്സാമ്പിളുകൾ നമ്മൾ കണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി അടുത്തത് ആ ഒരു ഗ്രീൻ പാറ്റേൺ വന്നേക്കുന്നുണ്ടോ. ഇതൊന്ന് നോക്കി, ഇവിടെ ആ ഒരു പാറ്റേൺ ഒന്ന് നോക്കി, ഇവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കി. 2 തവണ അടുപ്പിച്ച് ആ ഒരു നമ്മുടെ പാറ്റേൺ വന്നു കണ്ടോ. 2 റെഡ് 2 ഗ്രീൻ കണ്ടോ. 2 റെഡ് 2 ഗ്രീൻ. ഞാൻ അതൊന്ന് മാർക്ക് ചെയ്യാം. ഈ 4 ക്യാൻഡിൽ കണ്ടോ. 2 റെഡ് 2 ഗ്രീൻ. റെഡ് ക്യാൻഡിലിന്റെ ഹൈ ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതേ റേഞ്ചിൽ തന്നെ ആ പാറ്റേൺ ഒന്നുകൂടെ വന്നു കണ്ടോ. ആ റേഞ്ചിൽ ആ പാറ്റേൺ 2 തവണ വന്നു. 2 തവണ വരുമ്പോഴേ മനസ്സിലാക്കണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള അക്യുമുലേഷൻ നടക്കുകയാണ്. അക്യുമുലേഷൻ നമ്മൾ അറിയാതെ മാർക്കറ്റിലുള്ള ഈ ഒരു കൺസോളിഡേഷൻ കണ്ടോ. ഇതൊരു കൺസോളിഡേഷൻ ആണ്. മാർക്കറ്റ് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ എങ്ങോട്ടും പോകുന്നില്ല. ഇങ്ങനെ ഒരു സാധാരണ മാർക്കറ്റിലെ ക്യാൻഡിൽ മാത്രം നോക്കുന്ന, മറ്റൊന്നും ശ്രദ്ധിക്കാതെ ജസ്റ്റ് റാൻഡം ആയിട്ട് ഒരു ക്യാൻഡിൽ നോക്കുന്ന ഒരാൾക്ക് ഈ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവര് എന്താ വിചാരം, മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ആണ് എന്നുള്ളത് മാത്രം. പക്ഷെ ഇത് ക്ലിയർ അക്യുമുലേഷൻ ആണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് തന്നെ, ഈ ആദ്യത്തെ ഫേസിൽ തന്നെ ഇവിടുന്ന് തന്നെ മനസ്സിലാവുകയാണ്. അതിനുശേഷം ഇവിടെ ഒന്നുകൂടെ ആ ഒരു പാറ്റേൺ ഫോം ചെയ്ത് വരുന്നതാണ്. അപ്പൊ അക്യുമുലേഷന്റെ ബിഗിനിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വലിയ പ്ലേയേഴ്സ്, ബിഗ് പ്ലേയേഴ്സ് അവരുടെ പണം മാർക്കറ്റിലേക്ക് നമ്മൾ അറിയാതെ പമ്പ് ചെയ്യുകയാണ്. അവര് കൂടുതലായിട്ട് മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യുകയാണ്. അതിനുശേഷം എന്താ സംഭവിച്ചു നോക്കി. ഇത് ആ ഒരു 2 പാറ്റേൺ അടുപ്പിച്ച് വന്നതിന്റെ സ്ട്രെങ്ത് കണ്ടോ. ഒരു റെഡ് ക്യാൻഡിൽ പോലും ഇല്ലാത്ത ഒരു മാർക്കറ്റാണ് പിന്നെ ഫോം ആയത്. അതെന്തുകൊണ്ടാണ്? 2 തവണ ആ ഒരു കൊറോണ ക്രാഷിന് മുൻപ് 2 റെഡ് വന്നതുപോലെ ഇവിടെ ഈ ഒരു വലിയ റാലിക്ക് മുമ്പ് 2 ഗ്രീൻ പാറ്റേൺ അടുപ്പിച്ച് വന്നിരിക്കുകയാണ്. അതിനുശേഷമുള്ള റാലി കണ്ടോ. ഇത് നമ്മൾ ഇവിടെ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാളിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വെൽത്ത്, അദ്ദേഹത്തിന് എത്രമാത്രം അത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തുമാത്രം മാർക്കറ്റിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ചിന്തിച്ചു നോക്കി. ഈ ഒരു അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് മനസ്സിലാക്കിയാൽ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഞാനിപ്പോ കുറച്ചായാലും ഈ ഒരുപാട് തവണ നിഫ്റ്റിയിൽ ഇത് വരുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടോ എത്ര ഹ്യൂജ് ആയിട്ടുള്ള ഒരു റാലിയാണ് സംഭവിച്ചത് നോക്കി. ഹിസ്റ്ററിയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റാലിയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, 2020 ശേഷം നടന്നതുപോലെ മറ്റൊരു നല്ല ഒരു റാലിയാണ് ഈ സംഭവിച്ചത്. അപ്പൊ നമുക്കിത് കാണാം. മാസങ്ങളോളം വളരെ നല്ലൊരു റാലി അവിടെ നടന്നിരിക്കുന്നത് കാണാം. അപ്പം ഇനി അടുത്തത് ആ റാലിക്ക് ശേഷം ഇവിടെ കണ്ടോ ആ പാറ്റേൺ അതേപോലെ പിന്നെ വന്നിരിക്കുന്നത്. ആ റാലിക്ക് ശേഷം പിന്നെ മാർക്കറ്റിൽ ഒരു ഡൗൺ സൈഡ് മൂവ് വന്നു. പിന്നെ അപ് സൈഡ് പോകുന്ന സമയത്ത് ആ പാറ്റേൺ പിന്നെ വന്നിരിക്കുന്നുണ്ടോ. ഇവിടെ വന്നിരിക്കുന്നുണ്ടോ ആ പാറ്റേൺ. അവിടെ വന്നതിന് ശേഷം പിന്നെ അടുത്ത റാലി പോയിരിക്കുന്നുണ്ടോ. അത് വന്നതിന് ശേഷം നോക്കി എന്തുമാത്രം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. കാരണം ഇവിടെ ആ പാറ്റേൺ ഉണ്ട് കേട്ടോ, മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട്. കണ്ടോ, ഞാനൊന്ന് കാണിച്ചു തരാം. 2 റെഡ് 2 ഗ്രീൻ കണ്ടോ. റെഡ് ക്യാൻഡിലിന്റെ
ഹൈ ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിരിക്കണം, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, രണ്ട് റെഡ് ക്യാൻഡിൽ അതിന്റെ ഹൈ ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അതിനുശേഷം നടന്ന ഒരു മൂവ്മെന്റ് കണ്ടോ, ഈ ഇത്രയും ഇവിടെ ആകെ ഒരു ഒറ്റ റെഡ് ആണ് അതിന്റെ ഇടയിലുള്ളത്, ബാക്കി എല്ലാം കംപ്ലീറ്റ് പോസിറ്റീവ് മന്താണ് മാർക്കറ്റ്. നമുക്ക് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ എന്താണ് ഒരു ബുൾ റാലി അല്ലെങ്കിൽ മാർക്കറ്റ് പറക്കുക എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ, അത്തരം ഒരു സിറ്റുവേഷൻ ആണ് അത് വന്നത്. അത് ഇവിടെയും വന്നതാണ്, അവിടെയും വന്നതാണ്. ഇവിടെയൊക്കെ ഈ പാറ്റേണിന്റെ തുടക്കത്തിൽ പാറ്റേണിന്റെ കോമ്പിനേഷൻസ് നോക്കി, ഇവിടെ പാറ്റേൺ ഡൗൺ സൈഡ് പാറ്റേൺ കറക്റ്റ് വന്നിട്ടുണ്ട്, ഇവിടെ അപ് സൈഡ് പാറ്റേൺ ഉണ്ട്, ഇവിടെ ഡൗൺ സൈഡ് പാറ്റേൺ ഉണ്ട്, ഇവിടെ അപ് സൈഡ് പാറ്റേൺ ഉണ്ട്. കണ്ടോ, ഇവിടെ അപ് സൈഡ് പാറ്റേൺ ഉണ്ട്. അപ്പൊ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത്തരം പാറ്റേൺസ് മാർക്കറ്റിൽ വർക്ക് ആവുന്നത് എന്നുള്ളത് കണ്ടോ. നമുക്ക് ഇനിയും നോക്കാം. ഇവിടെ മാർക്കറ്റിൽ ഒരു ക്രാഷ് നടന്നതിന് ശേഷം ഈ ഒരു പാറ്റേൺ പിന്നെയും മാർക്കറ്റ് വന്നിരിക്കുന്നുണ്ടോ, പിന്നെയും മാർക്കറ്റ് ഈ ഒരു പാറ്റേൺ ഫോം ആയിരിക്കുന്നു. നോക്കി, രണ്ട് റെഡ് രണ്ട് ഗ്രീൻ. കണ്ടോ, ആ ഒരു രണ്ട് ഗ്രീന് ശേഷം ആ ഒരു ആദ്യത്തെ ക്യാൻഡലിന്റെ ഹൈ ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി എന്താ നടന്നെന്ന് നോക്കിയേ, എന്താണോ ഹിസ്റ്ററിയിൽ നടന്നത് അത് അതേപോലെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എന്ത് നടക്കുന്നു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കഥകൾ പലതായിരിക്കും, ഒരു ക്രാഷിന്റെ കഥയും ഒരു റാലിയുടെയും പിന്നിലെ സ്റ്റോറി പലതായിരിക്കും. പക്ഷെ കഥകൾ പലതാണെങ്കിലും റിസൾട്ട് സെയിം ആയിരിക്കും. റാലിയും ക്രാഷും സംഭവിച്ചുകൊണ്ടേയിരിക്കും, അതിന് പിന്നിലെ കഥ മാറത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ എൻഡ് റിസൾട്ട് സെയിം ആയിരിക്കും. 2020 കൊറോണയ്ക്ക് ആയിരുന്നു എന്നുണ്ടെങ്കിൽ 2008 റിസഷൻ ആയിരുന്നു വന്നത്. ഇനി അടുത്ത ഒരു നമുക്ക് 2030 35 ഒരു വരെയാണെന്ന് അതിന്റെ കഥ മറ്റൊന്നായിരിക്കും. അടുത്ത റാലി വരുമ്പോൾ അതിന്റെ കഥ മറ്റൊന്നായിരിക്കും. പക്ഷെ കഥകൾ മാറാം, അതിന് പിന്നിലെ കാരണങ്ങൾ മാറില്ല. അത് കാരണങ്ങളല്ല, അതിന്റെ പിന്നിലെ ഇതേപോലുള്ള മാർക്കറ്റ് തരുന്ന ഇൻഡിക്കേഷൻസ് മാറില്ല, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് പ്രൈസ് ആണല്ലോ ഇതെല്ലാം, പ്രൈസ് നോക്കിയാണല്ലോ റീഡ് ചെയ്യുന്നത്. പ്രൈസ് അപ്പോഴും എല്ലാം പ്രൈസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലുള്ള പല സൂചനകൾ റീഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഏറ്റവും നല്ല ഇൻഡിക്കേറ്റർ എപ്പോഴും ഓർക്കുക, എനിക്ക് അറിയാവുന്നിടത്ത് ഞാൻ പറയുന്നതാണ്, നമ്മുടെ മാർക്കറ്റിലെ ഏറ്റവും നല്ല ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പ്രൈസ് ആണ്. അല്ലാതെ നമ്മൾ ഇപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്ത് കിട്ടുന്ന ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് മാർക്കറ്റ് അവൈലബിൾ ആണ്. ആ ഇൻഡിക്കേറ്റേഴ്സിനൊന്നും വാല്യൂ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഏത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഏതൊരു ഇൻഡിക്കേറ്റർ എടുത്താലും, ഏതൊരു വലിയ ഇൻഡിക്കേറ്റർ എടുത്താലും അതിന്റെ എല്ലാം മുകളിലാണ് പ്രൈസ് എന്ന് പറയുന്ന ഇൻഡിക്കേഷൻ. പ്രൈസ് ആണ് മാർക്കറ്റിലെ ഏറ്റവും നല്ല ഇൻഡിക്കേറ്റർ എന്ന് എപ്പോ മനസ്സിലാക്കുന്നുവോ അപ്പോൾ നമ്മുടെ ചാർട്ടിൽ നമ്മളൊരു ഒന്നോ രണ്ടോ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ ചിലരായിട്ട് നമ്മൾ ഒരുപാട് ചാർട്ടുകൾ നോക്കുന്ന സമയത്ത് പലരുടെയും ചാർട്ടിൽ 3, 4, 5, 6, 7, 8 ഒക്കെ ഇൻഡിക്കേറ്റർ ഒക്കെ ക്ലബ് ചെയ്ത് ചാർട്ട് കംപ്ലീറ്റ് അങ്ങനെ ആക്കുന്നതാണ്. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ലോകത്തെ ഏറ്റവും മികച്ച ഇൻഡിക്കേറ്റർ പ്രൈസ് ആണ്. ഏതൊരു മാർക്കറ്റിന്റെയും ഏറ്റവും നല്ല ഇൻഡിക്കേറ്റർ പ്രൈസ് ആണ് എന്ന് മനസ്സിലാക്കാം. അതിനുശേഷമേ മറ്റൊന്നും വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇത് കറക്റ്റ് മനസ്സിലാക്കാം. കാരണം നമുക്ക് ഇതിനെല്ലാം തുടക്കം കാണിച്ചിരുന്ന പ്രൈസ് ആണ്, വേറെ ഒരു ഇൻഡിക്കേറ്റർ ഇല്ല. പ്രൈസ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഇൻഡിക്കേറ്റർ. ഇനി അടുത്തതായിട്ട് ഇവിടെ നോക്കി, ഈ റാലി വരുന്നതിന് മുൻപ് ഇവിടെ 2 തവണ നമ്മുടെ പാറ്റേൺ വന്നേക്കുന്നത് കണ്ടോ, ഈ ഒരു പാറ്റേൺ കണ്ടോ. ഇവിടെ നോക്കി, ഇവിടെ 2 റെഡ് 2 ഗ്രീൻ, റെഡ് ക്യാൻഡില് ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫേസിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് ആ പാറ്റേൺ ആ ഒരു റേഞ്ചിൽ ഒന്നുകൂടി വന്നിരിക്കുകയാണ്. ഈ 2 തവണ വരുമ്പോൾ നമ്മൾ കണ്ടതാണ്. 2 തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് അവിടെ നിന്ന് ഇവിടെ കണ്ടോ 2 തവണ അടുപ്പിച്ച് വന്നത് കണ്ടോ. ഇവിടെ 2 തവണ അടുപ്പിച്ച് വന്നപ്പോ മാർക്കറ്റിൽ ഒരു വലിയ റാലി വന്നത് കണ്ടോ. അതേപോലെ ഇവിടെയും 2 തവണ അടുപ്പിച്ച് ആ ഒരു പാറ്റേൺ വരികയാണ്. വന്നതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് നോക്കി, മാർക്കറ്റ് ഒരു വലിയ ഒരു ബുൾ റാലിയിലോട്ട് പോവുകയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ എവിടെന്ന് ക്യാച്ച് ചെയ്യുന്നത് നോക്കി, ബോട്ടം എന്ന് ഇവിടുന്ന് തുടക്കത്തിൽ ഇവിടുന്നേ നമുക്ക് മനസ്സിലായി വേണം ഇതൊരു അക്യുമുലേഷൻ ഫേസ് ആണ് എന്നുള്ളത്. ഇവിടുന്നേ പ്രൈസ് സൂചന തരികയാണ്. വേറെ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് അക്യുമുലേഷൻ ഒന്നും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി തരില്ല. ഓക്കെ, അപ്പൊ ഇതില് പിന്നെ അടുത്തത് ഇവിടെ നോക്കി അക്യുമുലേഷൻ ഫേസ് കറക്റ്റ് അവിടെ വന്നിരിക്കുന്നുണ്ടോ. 2 റെഡ് 2 ഗ്രീൻ കണ്ടോ, കറക്റ്റ് അക്യുമുലേഷൻ. അടുത്ത ഫേസ് പോയിരിക്കുന്നുണ്ടോ. എന്ത് മനോഹരമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നോക്കി, എന്ത് മനോഹരമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നോക്കി. ആ അക്യുമുലേഷൻ ഫേസ് അവസാനിച്ചത് എപ്പോഴാണ്, കൃത്യമായിട്ട് ആ കോമ്പിനേഷൻ കണ്ടോ, പാറ്റേൺ കോമ്പിനേഷൻ നോക്കി. ഇവിടെ അക്യുമുലേഷന്റെ പാറ്റേൺ, ഇവിടെ ഡിസ്ട്രിബ്യൂഷന്റെ പാറ്റേൺ, നമ്മുടെ മറ്റേ ഓപ്പോസിറ്റ് പാറ്റേൺ കണ്ടോ. കൃത്യമായിട്ട് ആ പാറ്റേണിന്റെ കോമ്പിനേഷൻ ഞാൻ പറയുന്നത്. ഈ പാറ്റേണിന്റെ കോമ്പിനേഷൻ നോക്കി,
അക്യുമുലേഷൻ ഫേസിന്റെ സ്റ്റാർട്ടിൽ ആ പാറ്റേൺ വന്നു. ഇതിനിടയ്ക്ക് ഒന്നും ആ മറ്റേ പാറ്റേൺ വന്നിട്ടില്ല. ഇതിനിടയ്ക്ക് ഏകദേശം ഈ റേഞ്ചിലാണ് ആ പാറ്റേൺ വരുന്നത്. ഒരു ഡൗട്ട് തോന്നാം, അതാണ്ട് ഇത് ആ പാറ്റേൺ അല്ലേ എന്ന് നോക്കാം. അല്ല, ഇത് ആ പാറ്റേൺ അല്ല. കാരണം എന്താണ്? ഇവിടെ രണ്ട് റെഡും ഇത് 2 റെഡും 2 ഗ്രീനും ഉണ്ട്. 2 ഗ്രീനും 2 റെഡും ഉണ്ട്. പക്ഷെ ഗ്രീൻ ക്യാൻഡിലിന്റെ കണ്ടോ, ഗ്രീൻ ക്യാൻഡിലിന്റെ സ്റ്റാർട്ടിങ് ആ ഒന്നാമത്തെ ക്യാൻഡിലിനെ 4ാമത്തെ ക്യാൻഡിൽ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല. 1ാമത്തെ ക്യാൻഡിലിനെ 4ാമത്തെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് ഇവിടെ സംഭവിച്ചിട്ടില്ല. സോ ഇത് ആ പാറ്റേൺ അല്ല. അതുകൊണ്ടാണ് ഈ കളർ മാത്രം നോക്കാതെ ഈ ഒരു ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ കൂടെ നോക്കണമെന്ന് പറയുന്നത്. അത് പലർക്കും പറ്റുന്ന ഒരു തെറ്റാണ്. പക്ഷെ നമ്മളെ വീഡിയോ കാണുന്നവര് ആ തെറ്റ് വരുത്തരുത് കേട്ടോ. അപ്പൊ ഇത് ഇവിടെ തുടങ്ങി പാറ്റേൺ കോമ്പിനേഷൻ കണ്ടോ, കൃത്യം തുടങ്ങുമ്പോൾ നമുക്ക് ഇൻഡിക്കേഷൻ, അവസാനിച്ചപ്പോൾ നമുക്ക് ഇൻഡിക്കേഷൻ. കണ്ടോ, തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ആ പാറ്റേൺ അതേപോലെ വരുന്നത് കാണാം. അപ്പൊ ഇതേപോലുള്ള പാറ്റേൺ കോമ്പിനേഷൻസ്, ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതില് ഒരു ഹൈ പ്രോബബിൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയി കാണിച്ചത്. ഇത് നിഫ്റ്റിയിൽ വന്നപ്പോഴെല്ലാം, ഈ നിഫ്റ്റിയിൽ വന്നിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത്, ഇത് മന്ത്ലി ടൈം ഫ്രെയിം എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാള് നിഫ്റ്റിയിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യം നിഫ്റ്റിയുടെ ചാർട്ട് ഇരുന്ന് കംപ്ലീറ്റ് എടുത്ത് നോക്കിക്കോളും. ഒരു മാസം പോലും വിടാതെ നിഫ്റ്റിയുടെ കംപ്ലീറ്റ് ചാർട്ട് നോക്കിക്കോളും. അത്ര കോൺഫിഡന്റ് ആയിട്ട് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രം നന്നായിട്ട് വർക്ക് ചെയ്യും എന്ന് മനസ്സിലാക്കാം. ഇതിപ്പോ തന്നെ നമ്മൾ ഒരുപാട് തവണ കണ്ടു. ഇത് ഇനിയും മാർക്കറ്റിൽ ഇത്തരം പാറ്റേൺസ് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. കണ്ടോ, ഞാൻ അത്ര കോൺഫിഡന്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇത് എത്ര തവണ വന്നു എന്നുള്ളത് സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. ചാർട്ട് എത്ര വർഷത്തെ അവൈലബിൾ ആണോ അത് മൊത്തവും എടുത്തു വെക്കൂ, കംപ്ലീറ്റ് എടുത്തു വെക്കൂ, സ്വന്തമായിട്ട് കണ്ടുകൊണ്ട് നോക്കൂ. ഞാൻ പറയുന്ന ഒന്നും കേൾക്കേണ്ടതില്ല, സ്വന്തമായിട്ട് വാലിഡേറ്റ് ചെയ്യാലോ. നമുക്ക് എല്ലാവർക്കും ചാർട്ട് ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണല്ലോ. ഒരു ട്രേഡിംഗ് വ്യൂ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബ്രോക്കറിന്റെ ചാർട്ട് എടുക്കുക, നിഫ്റ്റി എടുക്കുക, മന്ത്ലി ടൈം ഫ്രെയിം പോകുക, ഈ 2 പാറ്റേണിന്റെ കംപ്ലീറ്റ് കോമ്പിനേഷൻ എടുത്ത് നോക്കുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഇൻഡിക്കേറ്റർ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിക്കുക. അതൊന്നും ഉപയോഗിക്കേണ്ട, അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച ഇൻഡിക്കേറ്റർ ആണ് പ്രൈസ്. പ്രൈസിനെ ബീറ്റ് ചെയ്യാൻ ഒന്നിനും പറ്റില്ല. ഒരു ഇൻഡിക്കേറ്ററിനും പ്രൈസിന്റെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻഡിക്കേറ്റർ നമുക്ക് ഫാൾസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരും. ഇൻഡിക്കേറ്ററിനെക്കാട്ടി ആക്യുറസി കൂടുതൽ പ്രൈസിനാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, പ്രൈസിൽ 100% പ്രൈസ് ആക്യുറേറ്റ് ആണ് എന്നല്ല, ഇൻഡിക്കേറ്ററിനെക്കാട്ടി ഫാർ 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 ബെറ്റർ ആണ് പ്രൈസ്. അത് 100% ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഏതൊരു ഇൻഡിക്കേറ്ററിനെക്കാട്ടും ഫാർ ബെറ്റർ ആണ്. എപ്പോ അത് മനസ്സിലാക്കുന്നുവോ, എപ്പോ അത് റീഡ് ചെയ്യാൻ പഠിക്കുന്നുവോ, അപ്പോഴാണ് നമ്മൾ നല്ലൊരു ഇൻവെസ്റ്റർ ആയിട്ട് മാറുന്നതെന്ന് പഠിക്കാം. ഓക്കെ, നമ്മൾ ഒരുപാട് ബുക്സ് ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കില്ല. ഇൻഡിക്കേറ്റർ ഈസ് ആൻ റിസൾട്ട് ഓഫ് പ്രൈസ്, അത് മനസ്സിലാക്കുക. ഇൻഡിക്കേറ്റർ പ്രൈസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന റിസൾട്ട് ആണ്. നമ്മൾ പഠിക്കേണ്ടത് റിസൾട്ടിനെ കുറിച്ചല്ല നമ്മൾ പഠിക്കേണ്ടത്. ഏതൊരു ഇൻഡിക്കേറ്ററും ഡിറൈവ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഈ പ്രൈസ്, ഇപ്പൊ ആവറേജ് എടുത്തോളൂ, മൂവിങ് ആവറേജ് എടുത്തോളൂ. പ്രൈസ് മൂവ് ചെയ്തതിനെ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്താണ് ആവറേജ് കണ്ടുപിടിക്കുന്നത്. അതായത് പ്രൈസ് നടന്നു കഴിഞ്ഞിട്ടാണ് ആവറേജ് നമുക്ക് ഡേറ്റ തരുന്നത്. മറ്റേതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ എടുത്തോളൂ, ഏതൊരു ഇൻഡിക്കേറ്ററും, ലോകത്തുള്ള ഏത് ഇൻഡിക്കേറ്റർ എടുത്തോളൂ, എല്ലാം പ്രൈസിന്റെ ഹൈ, ലോ, വോളറ്റൈലിറ്റി, മൊമെന്റം, ഇതെല്ലാം വെച്ചിട്ട് സകല ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യുന്നത്. അതല്ലാതെ ലോകത്ത് വേറെ ഒരു ഇൻഡിക്കേറ്ററും ഇല്ല. ഏത് മാർക്കല്ലേ, ലോകത്തെ ഏത് മാർക്കെല്ലാം ഏതൊരു ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യുന്നത് പ്രൈസ് വെച്ചിട്ടാണ്. ഓക്കെ, പിന്നെ പ്രൈസിന്റെ വോളിയത്തിന്റെ കോമ്പിനേഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ്, എല്ലായിടത്തും പ്രൈസ് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ഇൻഡിക്കേറ്റേഴ്സിനും പ്രൈസ് ഇമ്പോർട്ടന്റ് ആണ്. പ്രൈസ് അപ് സൈഡ് ആണോ ഡൗൺ സൈഡ് ആണോ, പ്രൈസ് ഹൈ ആണോ ലോ ആണോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് പ്രൈസിനെ കുറിച്ച് പഠിക്കുക, എന്നിട്ട് ബാക്കി പഠിക്കുക. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് റിസൾട്ട് ആണ്. ഇത് ഇത് എത്രത്തോളം പേർക്ക് അറിയാമെന്നറിയില്ല. ഇൻഡിക്കേറ്റർ ഈസ് എ റിസൾട്ട് ഓഫ് പ്രൈസ്. സോ റിസൾട്ടിനെ കുറിച്ചല്ല പഠിക്കേണ്ടത്, നമ്മൾ മാർക്കറ്റിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. പ്രൈസിനെ കുറിച്ച് പഠിക്കൂ, പ്രൈസിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കും. എന്റെ മുൻപത്തെ വീഡിയോസ് കണ്ടാല് ഞാൻ മാർക്കറ്റിന്റെ ഏണിങ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ആ ഒരു 30 വർഷത്തെ ഡേറ്റ കാണിച്ചിട്ടുണ്ട് മാർക്കറ്റിന്റെ ഏണിങ്സ് വെച്ചിട്ട്. ഓക്കെ, ആ ഏണിങ്സ് വെച്ചിട്ട് അതിൽ ഒരു യൂസ് ചെയ്യുന്ന മാർക്കറ്റിന്റെ പ്രൈസ് അതിലൊരു ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. അതേപോലുള്ള നല്ല ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതും ആ ഒരു ഇൻഡിക്കേറ്ററിനെ കാട്ടിയും ബെറ്റർ ആണ് ഈ പറയുന്ന പ്രൈസിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഓരോ നല്ല ക്വാളിറ്റി ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതേപോലെ അതിന്റെ കട്ടി എല്ലാം ബെറ്റർ ആയിട്ടുള്ള പ്രൈസ് ഉണ്ട്. ഇതിനെല്ലാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ നല്ലൊരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ നല്ലൊരു സ്വിംഗ് ട്രേഡർ ആയിട്ട് നമ്മൾ മാറും. കാരണം ഇവിടെയൊക്കെ കണ്ടോ, ആ ഒരു വലിയ റാലിക്ക് മുൻപേ മാർക്കറ്റ് ആ ഒരു ആക്ഷൻ തരുന്നത് നമുക്ക് കാണാം. കണ്ടോ, 1 2 3 4, 2 റെഡ് 2 ഗ്രീൻ. ആ ഒരു റെഡിന്റെ 4 ക്യാൻഡലില് ഫസ്റ്റ് ക്യാൻഡലിന് 4th ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, 4th ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്.
എന്തുമാത്രം അതിനുശേഷം നടന്ന റാലി കണ്ടോ മാർക്കറ്റിൽ? അതിനുശേഷം നടന്ന റാലി കണ്ടോ? എന്തുമാത്രം നല്ലൊരു റാലിയാണ് വന്നിരിക്കുന്നതെന്ന് കണ്ടോ? അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതെപ്പോഴും മനസ്സിലാക്കുക, പ്രൈസ് കഴിഞ്ഞിട്ടേ ബാക്കി ഏതൊരു ഇൻഡിക്കേറ്റർ ഉള്ളൂ. അപ്പം ഇതേപോലുള്ള ക്യാൻഡിൽ കോമ്പിനേഷൻ, ഇത് മാത്രമല്ല, ഇപ്പൊ ഞാൻ ഇത് ഒരൊറ്റ ക്യാൻഡിൽ കോമ്പിനേഷനാണ് പറഞ്ഞത്, 2 ക്യാൻഡിലിന്റെ കോമ്പിനേഷൻ. അത് മാത്രം വെച്ചിട്ട് നമുക്ക് ഇത്രയും നല്ല ക്ലാരിറ്റിയോട് കൂടി നമുക്ക് മാർക്കറ്റിനെ പല ഏരിയാസും, മാർക്കറ്റിലുള്ള പല ഇമ്പോർട്ടന്റ് ഏരിയാസും മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള മറ്റ് പാറ്റേൺസ്, മാർക്കറ്റിലുള്ള മറ്റ് ഇതേപോലുള്ള പ്രൈസിന്റെ ഡേറ്റയും നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ എന്തുമാത്രം ക്ലാരിറ്റി കിട്ടുമെന്ന് നോക്കിയേ. അതും 1 വർഷത്തെ ഡേറ്റ ആണോ 2 വർഷത്തെ ആണോ? അല്ല. മാർക്കറ്റ് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഡേറ്റ, സകല ചാർട്ടും അവൈലബിൾ ആയിട്ടുള്ള സകലതും ബാക്കപ്പ് ചെയ്യും. എന്നിട്ട് മാത്രമാണ് ഒരു ഡേറ്റ പ്രസന്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ദിവസത്തെ ഡേറ്റയോ അല്ലെങ്കിൽ ഒരു വർഷത്തെയോ 2 വർഷത്തെ ഡേറ്റയോ അല്ല. അതിലൊരു യാതൊരു കാര്യമില്ല. മാർക്കറ്റിന്റെ ജനനം മുതൽ അവൈലബിൾ ആയിട്ടുള്ള സകലതും, നമ്മൾ ജാതകം കംപ്ലീറ്റ് എഴുതുക എന്ന് പറയത്തില്ലേ, കംപ്ലീറ്റ് ഡേറ്റ എടുത്ത് പഠിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെ എന്തൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഏതൊക്കെ. ഇതേപോലെ സ്റ്റോക്കിനും ഉള്ളതുണ്ട്. നമുക്ക് ഇൻട്രാഡേയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചില ടൈപ്പ് പാറ്റേൺസ് ഉണ്ട്. ഹയർ ടൈം ഫ്രെയിമിൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള മന്ത്ലി ടൈം ഫ്രെയിമിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ റിപ്പീറ്റ് ചെയ്ത് പല പാറ്റേൺസ് ഉണ്ട്. നമ്മൾ കാണുമ്പോൾ നമ്മളൊരു ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ആ ഗ്രീനും റെഡും കളേഴ്സ് മാറ്റിയിട്ട് ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ, ഈ റിലേഷൻസ് പഠിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് ചാർട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കി തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ ഇനി ഇത്രയേ ഉള്ളൂ. ഇത് സീരീസ്, ഇത് ഈ ഒരു പാറ്റേണിന്റെ സീരീസ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞിരുന്നാൽ മതി, ഞാനത് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. എനിക്ക് എല്ലാ ഡേയ്സൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, ഫ്രീ ടൈം കുറവാണ്. ഫ്രീ ഉള്ള സമയത്ത് ഞാൻ ഇതേപോലെയുള്ള ഒരുപാട് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത്തരം ഡേറ്റാസ് ഒക്കെ. ഇതിന് മുൻപത്തുള്ള വീഡിയോസിൽ ഞാൻ അത്തരം കാര്യങ്ങളാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അത് കാണാത്തവർ കണ്ടു വെക്കുക. ഡൗട്ട് ഉള്ളവർക്ക് വാട്സപ്പിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും എന്ത് ഡൗട്ട് ആണെങ്കിലും എനിക്ക് ചോദിക്കാം. കണ്ടു നോക്കുക. പ്രൈസിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യം മറക്കാതിരിക്കുക. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഇൻഡിക്കേറ്റർ പ്രൈസ് ആണ്, മറ്റൊന്നുമല്ല. പ്രൈസ് ഇസ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ. അത്രയേ ഉള്ളൂ. താങ്ക് യു.